ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 41. 2 വർഷം കഴിഞ്ഞശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടത് എന്തെന്നാൽ, അവൻ നദീതീരത്ത് നിന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽനിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപവുമായ വേറെ 7 പശു നദിയിൽനിന്നു കയറി നദീതീരത്ത് മറ്റെ പശുക്കളുടെ അരികിൽ നിന്നു. മെലിഞ്ഞും വിരൂപവുമായ പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു. പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽനിന്ന് പൊങ്ങിവന്നു. അവയുടെ പിന്നാലെ ശോഷിച്ചും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങിവന്നു. ശോഷിച്ച 7 കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അത് സ്വപ്നം എന്നറിഞ്ഞ് പ്രഭാതത്തിൽ അവൻ വ്യാകുലപ്പെട്ടു. ഈജിപ്റ്റിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ച് വരുത്തി അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രധാനി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. ഫറവോൻ അടിയങ്ങളോട് കോപിച്ചു. എന്നെയും അപ്പക്കാരുടെ പ്രധാനിയെയും അംഗരക്ഷാനായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ. അവിടെവച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ വ്യത്യസ്ത അർത്ഥമുള്ള സ്വപ്നങ്ങൾ കണ്ടു. അവിടെ അംഗരക്ഷാനായകന്റെ ദാസനായ ഒരു എബ്രായ യൗവനക്കാരൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനോട് അറിയിച്ചപ്പോൾ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു. ഓരോരുത്തന് അവനവന്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞുതന്നു. അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ വീണ്ടും യഥാസ്ഥാനത്ത് ആക്കുകയും മറ്റവനെ തൂക്കിക്കൊല്ലുകയും ചെയ്തുവല്ലോ. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗം തടവറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഫറവോൻ യോസേഫിനോട്, ഞാൻ ഒരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല. എന്നാൽ ഒരു സ്വപ്നം വിവരിച്ചു കേട്ടാൽ നീ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്നു പറഞ്ഞു. അതിന് യോസേഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്നു പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട് പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്തു നിന്നു. അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും വിരൂപമായുള്ള വേറെ 7 പശുക്കൾ കയറി വന്നു. അത്ര വിരൂപമായവയെ ഞാൻ ഈജിപ്റ്റ് ദേശത്ത് എങ്ങും കണ്ടിട്ടില്ല. എന്നാൽ മെലിഞ്ഞും വിരൂപവുമായുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ 7 പശുക്കളെ തിന്നുകളഞ്ഞു. ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്നു എന്ന് അറിയുവാനില്ലായിരുന്നു. അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമായിരുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, നിറഞ്ഞതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ പെട്ടെന്ന് പൊങ്ങിവന്നു. അവയുടെ പിന്നാലെ ഉണങ്ങിയും ശോഷിച്ചും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങിവന്നു. ശോഷിച്ച കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്നു തന്നെ. ദൈവം ചെയ്യുവാൻ പോകുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശു, 7 നല്ല കതിരും 7 വർഷം. സ്വപ്നം ഒന്നു തന്നെ. അവയുടെ പിന്നാലെ കയറിവന്ന മെലിഞ്ഞും വിരൂപവുമായ 7 പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞു പതിരായുള്ള 7 കതിരും 7 വർഷം. അവ ക്ഷാമമുള്ള 7 വർഷം ആകുന്നു. ദൈവം ചെയ്യുവാൻ പോകുന്നത് ഫറവോന് അവിടുന്ന് കാണിച്ചു തന്നിരിക്കുന്നു. അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. ഈജിപ്റ്റ് ദേശത്തൊക്കെയും അതിസമൃദ്ധിയുള്ള 7 വർഷം വരും. അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള 7 വർഷം വരും. അപ്പോൾ ഈജിപ്റ്റ് ദേശത്ത് ആ സമൃദ്ധിയെല്ലാം മറന്നുപോകും. ക്ഷാമത്താൽ ദേശം മുഴുവൻ ക്ഷയിച്ചു പോകും. പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സമൃദ്ധി പൂർണ്ണമായി വിസ്മരിക്കപ്പെടും. ഫറവോനു സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുൻപാകെ സ്ഥിരമായിരിക്കുക കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കുന്നത് കൊണ്ടും ആകുന്നു. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുവനെ അന്വേഷിച്ച് ഈജിപ്റ്റ് ദേശത്തിന് മേലധികാരി ആക്കി വെക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ നിയമിച്ച് സമൃദ്ധിയുള്ള 7 വർഷം ഈജിപ്റ്റ് ദേശത്തിലെ വിള
വിളവിൽ അഞ്ചിലൊന്ന് വാങ്ങണം. ഈ വരുന്ന നല്ല വർഷങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധികാരത്തിൻ കീഴിൽ ധാന്യം സൂക്ഷിച്ചു വെക്കേണം. ആ ധാന്യം ഈജിപ്റ്റ് ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 വർഷത്തേക്ക് ദേശത്തിന് കരുതൽ ശേഖരമായിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ടു നശിക്കുകയില്ല. ഈ നിർദ്ദേശം ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെപ്പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ രാജ്യത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ചു നടക്കും. സിംഹാസനം കൊണ്ടു മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ, ഈജിപ്റ്റ് ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ ഗവർണർ ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസേഫിന്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണമാലയും അവന്റെ കഴുത്തിൽ ഇട്ടു. തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി, മുട്ടുകുത്തുവീൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ ഈജിപ്റ്റ് ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേഫിനോട്, ഞാൻ ഫറവോനാകുന്നു. നിന്റെ കൽപ്പന കൂടാതെ ഈജിപ്റ്റ് ദേശത്ത് എങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഫറവോൻ യോസേഫിന് സാപ്നത്ത് പനേഹ് എന്നു പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ യോസേഫ് ഈജിപ്റ്റ് ദേശത്ത് സഞ്ചരിച്ചു. യോസേഫ് ഈജിപ്റ്റ് രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസേഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് ഈജിപ്റ്റ് ദേശത്തെല്ലായിടവും സഞ്ചരിച്ചു. എന്നാൽ സമൃദ്ധമായ 7 വർഷവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു. ഈജിപ്റ്റ് ദേശത്തു സുഭിക്ഷത ഉണ്ടായ 7 സംവത്സരത്തിലെ ധാന്യം ഒക്കെയും അവൻ ശേഖരിച്ചു പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റിലുമുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ വളരെയധികം ധാന്യം ശേഖരിച്ചു വെച്ചു. അളക്കുവാൻ കഴിയായ്കയാൽ അളവ് നിർത്തിവെച്ചു. ക്ഷാമകാലം വരും മുമ്പ് യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്നു പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ 2-ാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. ഈജിപ്റ്റ് ദേശത്തുണ്ടായ സമൃദ്ധിയുടെ 7 വർഷം കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 വർഷം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. എന്നാൽ ഈജിപ്റ്റ് ദേശത്ത് എല്ലായിടത്തും ആഹാരം ഉണ്ടായിരുന്നു. പിന്നെ ഈജിപ്റ്റ് ദേശത്ത് എല്ലായിടത്തും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ ഈജിപ്റ്റുകാരോടെല്ലാവരോടും, നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവീൻ എന്നു പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിൽ എല്ലായിടത്തും ഉണ്ടായി. യോസേഫ് കലവറകൾ ഓരോന്നും തുറന്നു ഈജിപ്റ്റുകാർക്ക് ധാന്യം വിറ്റു. ക്ഷാമം ഈജിപ്റ്റ് ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം വാങ്ങുവാൻ ഈജിപ്റ്റിൽ യോസേഫിന്റെ അടുക്കൽ വന്നു.